മത്തായി 21:13 ഞാൻ വായിക്കുന്നു. മത്തായി 21:13, എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും. 3-ാമത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തി 9-ാം വാക്യമാണ്. ആക്ട്സ് 9:31. അങ്ങനെ യഹൂദയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് അല്ലെങ്കിൽ സഭ ആത്മീക വർധനവ് പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നു. സഭ അല്ലെങ്കിൽ അത് എണ്ണത്തിൽ പെരുകിക്കൊണ്ടേയിരുന്നു. ഈ 3 സുപരിചിതമായ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്നൊരു ചെറിയ ചിന്തയാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എനിക്ക് ലഭിച്ച സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ കാലത്തും തൻ്റെ ജനത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഗോഡ്സ് ഡ്രീം അബൌട്ട് ഹിസ് പീപ്പിൾ. സഭ എന്ന പദം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ സംഘമെന്നാണ്. സഭ എന്ന കെട്ടിടത്തെക്കുറിച്ചോ സഭ എന്ന സംഘടനയോ യാതൊരു തരത്തിലും അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ചിന്തയേ ഇല്ല. സഭ എന്ന ഒരു കൂട്ടം ദൈവമക്കൾ, ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾ എന്ന വിശുദ്ധ സംഘത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ഈ സഭ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് സഭ എന്ന വാക്കിൽ അത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ദൈവത്തിന് എല്ലാ കാലത്തും തൻ്റെ ജനത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എന്തിനാണ് പറയുന്നു? ഏദൻ തോട്ടത്തിൽ, ഇത് മശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ പോലും ജനിക്കുവാൻ പോകുന്ന മാനവകുലത്തിലെ സകല മനുഷ്യരെയും കുറിച്ചുള്ള ഒരു പ്രവചനമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ജനിക്കുന്ന സ്ത്രീയുടെ സന്തതികൾ മുഴുവൻ സർപ്പത്തിൻ്റെ തല തകർക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന ഹല്ലേലൂയ കന്യക പുരുഷനായി ജനിക്കുവാൻ പോകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ദൂതാണെങ്കിൽ തന്നെയും മാനവകുലത്തോടൊരു സന്ദേശമാണ്, പിശാചിൻ്റെ പദ്ധതികളെ പൊളിച്ചെഴുന്നവരായിരിക്കണം ദൈവ മക്കൾ. ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ് പിശാചിൻ്റെ തല അല്ലെങ്കിൽ ചിന്ത, പദ്ധതി, ബുദ്ധി. അതിനെ ചവിട്ടി മെതിക്കുവാനുള്ള കൃപയും അധികാരവും തന്ന ദൈവം നമ്മെ ഇങ്ങ് നിർമ്മിച്ചിരിക്കുന്നത്. തൻ്റെ സ്വരൂപവും തൻ്റെ സാദൃശ്യവും തൻ്റെ രൂപവും നമുക്ക് തന്നത് ഈ മണ്ണിൽ 50, 60, 70, 80 വർഷം ജീവിച്ച് എന്തെങ്കിലും ഒരു നേട്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് 6 അടി മണ്ണിലേക്ക് അമർന്നു പോകാനുള്ള ജീവിതമല്ല. ഇവിടെ ജീവിക്കുന്ന കാലഘട്ടം പിശാചിൻ്റെ വെല്ലുവിളികൾക്ക് നേരെ തലയുയർത്തി നിൽക്കുന്ന അഭിഷിക്തമാരായി നിൽക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ, ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ, പ്രസംഗരുടെ ഭാഷയെ പറഞ്ഞാൽ, അനാദി നിത്യതയിൽ ഈ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന സ്വപ്നമായിരുന്ന വിശുദ്ധന്മാരുടെ, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ സംഘമെന്ന സഭ, അത് ഹൃദയത്തിനകത്ത് ദൈവം താലോലിച്ചു കൊണ്ടിരുന്ന കാലങ്ങൾ, വർഷങ്ങൾ, യുഗങ്ങൾ, നൂറ്റാണ്ടുകൾ കടന്നു പോകുന്നു. അങ്ങനെ ഹല്ലേലൂയ പഴയ നിയമത്തിലും നമുക്ക് സഭ എന്ന് കാണാം. എന്നാൽ പുതിയ നിയമസഭയുടെ ഹല്ലേലൂയ ഒരു നിഴലെന്ന് മാത്രമേ ഉള്ളൂ. ഏദൻ തോട്ടത്തിലാണ് ഞാൻ ആദ്യത്തെ സഭ കാണുന്നത്. ആ സഭയിൽ 2 വിശ്വാസികളെ ഉള്ളായിരുന്നു. മൂന്നാമതൊരു വിശ്വാസിയില്ല, ഒരു കമ്മിറ്റിയില്ല, ഒരു മൂപ്പനില്ല, അസിസ്റ്റന്റ് പാസ്റ്ററുമില്ല, ഒന്നുമില്ല. ദൈവത്താൽ നേരിട്ട് നയിക്കപ്പെടുന്ന സഭ. സന്ധ്യാസമയങ്ങളിൽ ഹല്ലേലൂയ, സൂര്യാസ്തമനങ്ങളിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാലൊച്ച ആദമും ഹവ്വയും നേരിട്ട് കേട്ട ഒരു സംഘമായിരുന്നു ഏദനിലെ ദൈവസഭ. എന്നാൽ ആ 2 പേര് മാത്രമുള്ള സഭയ്ക്കകത്തേക്ക് പുറത്തുനിന്ന് ഒരുവൻ നുഴഞ്ഞു കയറിയിട്ട് ആ സഭയിൽ വിലക്കപ്പെട്ടത് അതരത്തിൽ വെച്ചു കൊടുത്തിട്ട് സഭയിൽ എന്ത് ദൈവം വിലക്കിയോ അത് ഭക്ഷിക്കുവാൻ കൽപ്പന കൊടുത്തു. ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വിലക്കപ്പെട്ടത്, സഭയ്ക്കകത്ത് കച്ചവടം നടത്തുന്ന ഒരു ആത്മീയ കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. സഭ എന്ത് വിലക്കിയോ, ദൈവം എന്ത് വിലക്കിയോ, ദൈവവചനം എന്ത് വിലക്കിയോ അതിൻ്റെ മധുരം വിളിച്ചു പറഞ്ഞ് അതിൻ്റെ രുചിയെക്കുറിച്ച് ഹല്ലേലൂയ പ്രഖ്യാപിച്ചുകൊണ്ട് അത് വിശ്വാസികളുടെ അതരത്തിൽ വെച്ച് കൊടുത്തിട്ട് പരിണത ഫലം 2 പേരും സഭയിൽ നിന്ന് പുറത്തുപോയി. ദൈവത്തിന് ഒരു വിഷമവും ഇല്ല സഭയിലെ മൊത്തം ആൾക്കാരും പോയാലും. പ്രൈസ്. ഞങ്ങളാണെങ്കിൽ റീജിയനിൽ ചേർക്കും അവരെ കൂടെ. ഹല്ലേലൂയ. ഒരു സഭ 2 ആയാലും ഒരാൾ 2 ആയാലും പ്രശ്നമല്ല, എണ്ണം കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ സഭയിൽ അങ്ങനല്ല. കർത്താവിനല്ലേ ദൈവഹിതം, ദൈവത്തിന്റെ പദ്ധതി പൊളിച്ചെഴുതുന്നവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്നതല്ല ദൈവത്തിന്റെ സഭ. അത് ഓർത്തോണം. ഹല്ലേലൂയ. 2-ാമത്തെ സഭയെന്ന് പറയുന്നത് മരുഭൂമിയിലെ ദൈവത്തിന്റെ സഭയാണ്. പ്രൈസ് ഗോഡ്. പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ചോരത്തളി ആചരിച്ച് മോശിയോ എന്ന പാസ്റ്ററുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് മാറായിയുടെ ഹല്ലേലൂയ ആ അനുഭവമൊക്കെ അനുഭവിച്ച് മന്ന ദൈനംദിനം പൊടിഞ്ഞു വീഴുന്നത് പെറുക്കിയെടുത്ത് ഹല്ലേലൂയ കാടപ്പക്ഷിയും മേഘത്തിൻ്റെയും അഗ്നിത്തൂണിൻ്റെയും തണലും ചൂടും ഒക്കെ അനുഭവിച്ച് ആഘോഷത്തോടെ നടന്ന സഭയാണ്. പക്ഷേ കനാന്റെ വക്കിലെത്തിയപ്പോൾ പ്രവേശനത്തിന് യോഗ്യത നേടിയത് 2 പേര്.
6 ലക്ഷം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭയിൽ നിന്ന്, സംഘത്തിൽ നിന്ന് അക്കരെ നാട്ടിലേക്ക് പ്രവേശനത്തിൻ്റെ പാസ് കിട്ടിയത് 2 പേർക്കാണ്. ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആരംഭ താളുകളിൽ കാണുന്ന സംഘങ്ങൾ ഓരോന്നോരോന്ന് പിശാചിൻ്റെ അല്ലെങ്കിൽ പദ്ധതികൾക്ക് മുമ്പിൽ പൊളിഞ്ഞു നിൽക്കുമ്പോൾ, ഇതാ പുതിയ നിയമത്തിൽ ഞാനൊരു സഭയെ കാണുന്നു. അതിൻ്റെ പ്രഖ്യാപനമാണ് നാം വായിച്ച 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ചർച്ച്. ഫിലിപ്പിൻ്റെ കൈസരിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുകയാണ്. എടുത്തു പറയുന്നു, വല്ലവരുടെ സഭ പണിയാൻ എന്നെ കിട്ടത്തില്ല. പ്രൈസ് ഗോഡ്. അത് നിങ്ങൾ ഏത് പേരിട്ടോ, IPC നിട്ടോ, അസംബ്ലീസ് കോഡ് നിട്ടോ, ഷാരോനെ നിട്ടോ, ചർച്ച് ഓഫ് ഗോഡ് നിട്ടോ, എന്ത് നിങ്ങൾക്ക് വിളിക്കാം. അത് പണിയാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭ പണി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പണിയിൽ കൂട്ടുവേലക്കാരായി ചേരാം. വല്ലവരും കെട്ടിപ്പൊക്കിയ സഭയ്ക്ക് പെയിന്റ് അടിച്ച് മിനുക്കുന്ന ജോലിയല്ല തമ്പുരാന്റെ ജോലി. തമ്പുരാന്റെ ജോലി എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെ കൊണ്ട് ഒരു സംഘത്തെ എനിക്ക് വാർത്തെടുക്കണം. ആ സഭയുടെ പ്രത്യേകതയാ ദൈവദാസൻ അവസാനം പറഞ്ഞു നിർത്തിയത്. ഞാനിവിടെ തുടങ്ങുന്നു, ഒരു പാതാള ഗോപുരങ്ങൾക്കും. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറിയ ഒരു പിശാചിന്റെ പദ്ധതിയും വിജയിക്കാത്ത ഒരു സഭ ഞാൻ പണിതെടുക്കുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവത്തിന്റെ സഭ ജയിക്കുന്ന സഭയാ. ദൈവത്തിന്റെ സഭ വിജയാഘോഷത്തിന്റെ സഭയാ. ദൈവത്തിന്റെ സഭ രൂപാന്തരപ്പെട്ട സഭ എന്ന് പറയുന്നത് അത് ജയത്തിന്റെ സഭയാണ്. ഹല്ലേലൂയ. പാട്ട് പാടുമ്പോൾ മാത്രമല്ല, ജീവിതയാത്ര മുഴുവൻ വിജയം ആഘോഷമായി കൊണ്ടു നടക്കുന്ന, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാ സമയത്തും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം. ആ ജയത്തിന്റെ തെളിവാണ് the manifestation of the victory the whole world can see through by diffusing the sweet aroma. ആ സുഗന്ധം പരത്തിക്കൊണ്ട ഞങ്ങൾ ഞങ്ങളുടെ വിജയം ആഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ സഭ അതിന്റെ അതിന്റെ തുടക്കമാണ് ഈ ദിവസങ്ങളായി കേട്ടുവന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നുള്ള യേശുവിന്റെ സ്വപ്നം, യേശുവിന്റെ കൽപ്പന, അതിന്റെ ആരംഭം കുറിച്ചതാണ് പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടു കൂടി മാളികമുറിയിൽ നാം പറയുന്ന അവിടെ ഉടലെടുത്ത പെന്തിക്കോസ്ത് സഭ. ആ സഭയുടെ നടത്തിപ്പും ആ സഭയുടെ ചിട്ടവട്ടങ്ങളുമാണ് തുടർന്നുള്ള 21 ലേഖനങ്ങളിലെ പ്രതിപാദ്യ വിഷയം. ഒടുവിലെത്തുമ്പോൾ ആ സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് വെളിപ്പാട് പുസ്തകത്തിലെ ആകെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വപ്ന സഭ എന്താണെന്നാണ് ഇന്ന് രാത്രി അല്പസമയം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. 4 ചിന്തകൾ എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ പറയുവാനുണ്ട്. നാം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അതാണ് നാം വായിച്ച 2-ാമത്തെ വാക്യം. അവിടെ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു സംഭവമാണ്. യേശുവിന്റെ ദേവാലയ സന്ദർശനമാണ്. മത്തായി 21-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന 4 കാര്യങ്ങൾ ഞാൻ വേഗം പറയാം. ദൈവത്തിന്റെ സ്വപ്ന സഭ എന്തായിരിക്കുമെന്നും. പ്രൈസ് ദി ലോർഡ്. അല്പം ടഫായിട്ടുള്ളൊരു പ്രസംഗമായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും വിഷമിക്കൊന്നും വേണ്ട. നമുക്കുള്ള സന്ദേശം തന്നെയാണ്, എനിക്കുള്ള സന്ദേശം, എന്നോട് സംസാരിക്കുന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യേശു ദേവാലയത്തിലേക്ക് കയറി ചെല്ലുകയാണ്. മത്തായി 21-ന്റെ 12-ാം വാക്യത്തിലേക്ക് വളരെ ആവേശത്തോടെ ദേവാലയത്തിലേക്ക് കയറി ചെല്ലുന്ന യേശു കാണുന്ന കാഴ്ച, ദേവാലയത്തിന്റെ പ്രാകാരം അടക്കി വാഴുന്ന, ദേവാലയത്തിന്റെ മുൻവാതിൽ, നമ്മുടെ ഭാഷ പറഞ്ഞ ലോബി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന ലോബി എന്ന് പറയുന്ന ഫ്രണ്ട് സൈഡിന്റെ ലോബിയാണ് കേട്ടോ, അവിടെ മുഴുവൻ അടക്കി വാഴുന്ന ഒരു കൂട്ടം ആൾക്കാരെ യേശു കണ്ടു. അവരുടെ കച്ചവടം നടക്കുകയാണ്. ആ സഭയുടെ മുൻഭാഗത്ത് നടക്കുന്നത് കച്ചവടമാണ്. അകത്ത് പാവങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, കൈയടി ഉണ്ടായിരിക്കാം, ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും പ്രസംഗങ്ങൾ മുടങ്ങുന്നുണ്ടായിരിക്കാം. അതൊക്കെ നമുക്ക് ഇവിടുത്തെ ചിന്താ വിഷയമല്ല. ഈ ലോബി കൈയടക്കിയിരിക്കുന്ന ഒരു കൂട്ടം വസ്തുതകളും കണ്ടപ്പോൾ യേശു എരിവുള്ളവനായി, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു, വചന നിവൃത്തീകരണത്തിനായി ചാട്ടവാറെടുത്ത് യേശു ആടുകളെയും കാളകളെയും പ്രാവുകളെയും തുരത്തുന്നു അവിടെ നിന്ന്. അടുത്ത പദം നാണ്യപീഠങ്ങളെ മറിച്ചു കളയുന്നു. സുവിശേഷങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ച ഇവിടെ 1-ാമത്തെ ചിന്ത ഇതാണ്. ദൈവത്തിന്റെ സ്വപ്ന സഭ എന്ന് പറഞ്ഞാൽ എൻ്റെ 13-ാം വാക്യമാണ് നാം എപ്പോഴും പറയുന്നത്. എന്നാൽ 12-ാം വാക്യത്തിൽ എനിക്ക് മനസ്സിലായത്, മൈ ഹൗസ് ഷാൽ ബി കോൾഡ് ഹൗസ് ഓഫ് പ്യൂരിറ്റി. എൻ്റെ ആലയം വിശുദ്ധ ആലയമായിരിക്കണം. ദൈവത്തിന്റെ സ്വപ്ന സഭ എന്ന് പറഞ്ഞാൽ എൻ്റെ ആലയത്തെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. ആ ആലയത്തിനകത്ത് അശുദ്ധമായതൊന്നും കാണാൻ പാടില്ല.
ദൈവകൃപ ചോർത്തിക്കളയുന്നതൊന്നും ദൈവസഭയ്ക്കകത്ത് കാണാൻ പാടില്ല. ഇറ്റ് മേ ബി ലോക്കൽ ചർച്ച്, ഇറ്റ്സ് മേ ബി കോർപ്പറേറ്റ് ബോഡി, ഇറ്റ്സ് മേ ബി യുവർ ഓൺ ബോഡി ആസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ഇറ്റ്സ് മേ ബി യുവർ ഫാമിലി ആസ് ദ ഹൗസ് ഓഫ് ഗോഡ്. Wherever God says that this is a church, wherever the people gather in my name, there God is expecting and dreaming that it should be a holy nation. അതൊരു വിശുദ്ധ സ്ഥലമായിരിക്കണം. കാരണം നമ്മളെ വിളിച്ചത് ഇരുട്ടിന്നാണ്, അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് അത്ഭുത പ്രകാശത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ നാം വിശുദ്ധ ജനമാണ്, വിശുദ്ധ ജാതിയാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഇവിടെ അശുദ്ധിയുടെ അലർച്ച കേൾക്കാൻ പാടുള്ളതല്ല. എന്താണ് ഈ ആട്, എന്താണ് ഈ കാള? അയ്യോ പാസ്റ്റർ, ഞങ്ങൾക്ക് ആടും കാളയും കാശും ഒക്കെ വേണ്ട. തീർച്ചയായിട്ടും വേണമല്ലോ. 30,000 രൂപ വേണമെന്ന് പറഞ്ഞില്ല, കൊടുക്കണം. ഇന്ന് രാത്രി കൊടുത്തു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. എൻ്റെ കൂട്ടത്തിലുണ്ടേ. ഇതും അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരിക്കുന്ന കാര്യം വേറെയാണ്. എന്താണ് ഈ ആട്, എന്താണ് ഈ കാള? അതൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആലയം വിശുദ്ധ ആലയം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാകും. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തില് ശമൂവേൽ ചെയ്യേണ്ട ശുശ്രൂഷയൊക്കെ ഏറ്റെടുത്തിട്ട് രാജാവായി കിട്ടി. അത് സന്തോഷം. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പാസ്റ്ററുടെ കൊള്ളാമെന്നും പറഞ്ഞൊരു ഓർഡിനേഷനൊക്കെ വാങ്ങിച്ചിട്ട് ശൗല് നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ വന്നു കയറിയ പ്രവാചകൻ ചോദിച്ചു, അല്ലല്ലിയ, ഞാനിവിടെ കയറി വരുമ്പോൾ കയ്യടിയും പാട്ടിൻ്റെ ഇടയ്ക്കൂടെ കേൾക്കുന്ന വാട്ട് ഈസ് ദ ബ്ലീറ്റിംഗ് സൗണ്ട് ഓഫ് ദിസ് ഷീപ്സ് ആൻഡ് ലോവിങ് ഓഫ് ദിസ് കൗ. അല്ലല്ലിയ, ഞാൻ ഈ കേൾക്കുന്ന ആടിൻ്റെ കരച്ചിലും കാളയുടെ, നമുക്കറിയാവുന്നവരല്ലേ എല്ലാവരും, കാളയുടെ മുക്ര എന്താന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതാണ് ഈ ആലയത്തെ അശുദ്ധമാക്കുന്ന അലർച്ചയും മുക്രയും. ഈ ആടെന്തിനാ കരയുന്നത്? നിങ്ങൾക്കറിയാം ആടെന്തിനാ കരയുന്നത്? എന്നെ കൊല്ലലെന്ന് പറഞ്ഞാ കരയുന്നത്. എനിക്ക് ചാകണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടം ആടുകൾ അവിടെ ഉണ്ടെന്ന്. യാഗപീഠത്തിലോട്ട് കയറിയാൽ പിന്നെ കരയാൻ നേരമില്ല. യാഗപീഠത്തിനകത്ത് വെട്ടും, മുറിക്കും, തൊലിയുരിക്കും, കത്തിക്കും, ചാരമാകും. ഇവിടെ കിടന്ന് ആട് കരയുന്നത്, എന്റെ കൈ മുട്ടല്ലേ, എന്റെ തൊലി ഉരിയരുത്, എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കരുത്, എന്റെ കാല് മുറിക്കരുത്, എനിക്കിങ്ങനെ ആയുസ് പര്യന്തം ഇവിടെ തുള്ളിച്ചാടി നടക്കണമെന്ന്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നത്, ഇടർച്ച വരുത്തുന്ന കൈ വെട്ടുന്ന സ്ഥലമാ ദൈവസഭ. ഹല്ലേലൂയ. ഇടർച്ച വരുത്തുന്ന കാല് മുറിച്ചു കളയുന്ന സ്ഥലമാ ദൈവസഭ. ഇടർച്ച വരുത്തുന്ന കണ്ണ് ചൂഴ്ന്നു കളയുന്ന സ്ഥലമാ ദൈവസഭ. ഇവിടെ കേൾക്കേണ്ട കരച്ചില് അനുതാപത്തിന്റെ, സമർപ്പണത്തിന്റെ കരച്ചിലാ. എന്റെ ജഡം മരിക്കണം, എന്റെ ജഡം മരിക്കണം, എന്റെ പാപത്തിന് ഇന്ന് രാത്രി പരിഹാരമുണ്ടാകണം എന്ന് കരയുന്ന ഒച്ചയല്ലാതെ ആയുസ് പര്യന്തം ഇവിടെ ജീവിച്ച് നേടിയെടുക്കുന്ന നേട്ടങ്ങളുടെ തുള്ളിച്ചാട്ടമല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് എനിക്ക് മരിക്കണം, ക്രൂശിലെ മരണത്തോളം അനുസരണമായി തീരണം. ഹല്ലേലൂയ. ഇവിടെ കാളയുടെ മുക്ര അത് തന്നെ, ജീവിക്കാനുള്ള കൊതി. ഞാൻ പറയുന്നത് നിത്യജീവന്റെ കാര്യമല്ല. ഈ മണ്ണിലെ മോഹങ്ങൾക്ക് വേണ്ടി ഈ ജഡത്തെ വിട്ടുകൊടുക്കാൻ, ഈ ജഡത്തെ ദൈവകൃപയ്ക്ക് വിട്ടുകൊടുക്കുവാൻ മടിയുള്ള ഒരു കൂട്ടം അലർച്ചയും ഒച്ചയുമാണ് ദൈവസഭയ്ക്കകത്ത് മുഴങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അതിനെ പുറത്താക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ഹല്ലേലൂയ. മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന, ക്രിസ്തുവിനെ മാതൃകയാക്കുന്ന ദൈവസഭയെ ഇന്ന് രാത്രി നമ്മുടെ ലോക്കൽ സഭയാകട്ടെ, കുടുംബമാകട്ടെ, ഒരു ട്രാൻസ്ഫോംഡ് ചർച്ചിന് വേണ്ടിയാണോ നിങ്ങൾ കൊതിക്കുന്നത്? ഇഫ് യു ആർ എംപവർഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന രൂപാന്തരം എന്ന് പറയുന്നത് ജഡത്തെ മരിക്കുന്നതാണ്. നമ്മൾ മരിച്ചോന്നറിയാൻ വേണ്ടി അല്ലല്ലിയ സഭായോഗത്തിനൊക്കെ ഒന്ന് ഇരുന്നിട്ട് അവസാനത്തെ ജനറബോഡിന്ന് എല്ലാവരും പറഞ്ഞല്ലോ, അത് അവിടെ കിടക്കട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വരുമ്പോൾ അറിയാം നമ്മൾ മരിച്ചോ ഇല്ലയോ എന്ന്. കാരണം എന്താ? യേശു മരിച്ചോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഉമ്മാരെല്ലാം കൂടെ വന്ന് കാല് തല്ലി ഓടിക്കാൻ വേണ്ടി. അത് അവർക്കൊരു ഇഷ്ടമായി. അല്ലിയ ആൾക്കാരുടെ കാല് തല്ലി ഓടിച്ചിട്ട് മരിച്ചോ ഇല്ലെന്ന് അറിയണം. അവിടെ അല്ലിയ 1, 2, 3 എന്നും പറഞ്ഞുകൊണ്ടാണ് ക്രൂശിൽ ആൾ കിടക്കുന്നത്. ഇടത്തൊരു കള്ളൻ, നടുക്കേശു, അപ്പുറത്തൊരു കള്ളൻ. സത്യത്തിൽ ഓർഡറിൽ പോകേണ്ടത് ഇവിടെ 1, 2, 3 എന്നോ 3, 2, 1 എന്നാണ് പോകേണ്ടത്. പക്ഷെ അവർ വന്ന് ആദ്യമേ ആരെ നോക്കി? 1 നോക്കി, 3 നോക്കി. പ്രൈസ് കോഡല്ലിയ. ഇവന്മാർ രണ്ടും ചത്തിട്ടില്ലാത്തത് എന്ത് ചെയ്തു? കാല് തല്ലി ഒടിച്ച് കാണും. അത് കഴിഞ്ഞപ്പോഴാണ് ആരെടുക്ക വന്നേ? യേശുവിൻ്റെ അടുക്ക്. അവർക്ക് വിശ്വാസമില്ല ഈ പുള്ളി ചത്തുന്നു. നമ്മളൊന്നും സാക്ഷ്യം പറഞ്ഞാലൊന്നും, കാരണം അവർക്ക് ആരും വിശ്വസിക്കത്തില്ല. അവരൊന്ന് കുത്തി നോക്കി, അപ്പം മനസ്സിലായി ചത്തുവെന്ന്. ആൾക്കാരൊന്ന് കുത്തണം, അന്നേരം അറിയാൻ ചത്തുമില്ലയോ. ഒന്ന് നോക്കിയാൽ പോലും നമ്മുടെ അലലിയ രക്തവും വെള്ളത്തിനും പകരം എന്തൊക്കെയാ പുറത്തു വരും നമ്മുടെ അതിരത്തിൽ നിന്ന്. അന്യഭാഷ പറഞ്ഞ ആദരങ്ങളൊക്കെ വേറെ ഭാഷകളൊക്കെ പറയുന്ന ഒന്ന് കുത്തി നോക്കണം ഇന്ന് രാത്രി. മരിച്ചതിന്റെ തെളിവാണ് പ്രതികരിക്കാത്തത്. ഹല്ലേലൂയ. 1 മണിക്കൂർ അന്യഭാഷ പറയുന്നതിനേക്കാൾ കൃപ വേണം 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. 1.5 മണിക്കൂർ പ്രസംഗിച്ചതിനേക്കാൾ അഭിഷേകം വേണം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ.
സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട്, സഭയിലുള്ളവരോട് മടി കാണിക്കുന്ന പലരും സ്റ്റേജിൽ നിന്നുകൊണ്ട് സർക്കസ് കാണിക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഈ കാളകളെയും ഈ ആടുകളെയും പുറത്താക്കേണ്ട കാലഘട്ടമായി. എൻ്റെ ആലയം വിശുദ്ധ ആലയം എന്ന് വിളിക്കപ്പെടണം. ദൈവസഭ സമർപ്പണത്തിന്റെ സമയമാണ്. പണാധിപത്യം അലളിയ വാതുക്കൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. പണം വേണം സഭയ്ക്ക്, പക്ഷെ പണം സഭയെ ഭരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, സഭയുടെ 7 ചിത്രം കാണാൻ പറ്റും. അത് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭയാണെന്ന് എസ്കറ്റോളജിയും ഹല്ലേലൂയ സഭാചരിത്രമൊക്കെ പഠിപ്പിച്ച് ഞങ്ങളൊക്കെ വളരെ ആഘോഷം കൊല്ലുമ്പോൾ ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് ഹൃദയത്തിൽ പറഞ്ഞു, എന്തിനാ കൂടുതൽ ഇതൊക്കെ കൂടെ പറയുന്നത്? എല്ലാ സഭയും 1000 അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് പെന്തിക്കോസ്ത് നാളിൽ തുടങ്ങിയ കാലം തൊട്ട് ഈ ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം 10-ാം തീയതി രാത്രി വരെ സഭ കടന്നു പോകുന്ന 7 ഘട്ടങ്ങളാ. 4 ദിവസം ഉണർവാണെങ്കിൽ പിന്നെ താഴേക്ക് പോകുന്നു, പിന്നെ ഉണർവ് വരുന്നു. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ ചിത്രമാ. 1-ാം സഭ എന്ന് പറയുന്ന എഫെസോ സഭയ്ക്ക് ഹല്ലേലൂയ ആദ്യ സ്നേഹമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. 2-ാം സഭയിലേക്ക് വരുമ്പോൾ പീഡയുടെയും പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സ്മുർണ സഭ നിന്ന് വിറയ്ക്കുകയാണ്. 3-ാമത്തെ സഭയായ പെർഗമോ സഭ ബിലയാമിന്റെ ആഭിചാരവും ബിലയാമിന്റെ കൂട്ടുകെട്ടുകളും ബിലയാമിന്റെ പണസംഖ്യയുടെ കിലുക്കത്തിനൊത്ത് തുള്ളുന്ന ഒരു സഭയായി മാറി. അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തുയത്തര സഭ ഇസബേലിന്റെ വ്യഭിചാരത്തിനും ഇസബേലിന്റെ ആഭിചാരത്തിനും അല്ലെങ്കിൽ പിന്നിലേക്ക് സഭ തലകുനിച്ചു പോയി. സർദീസ് സഭയിലേക്ക് വരുമ്പോൾ ജീവനുണ്ടെന്ന് പേരാ. ഇവിടെ ആരും ഇന്ന് രാത്രി ഓർപ്പിച്ചു, പക്ഷെ മരിച്ചത് ചർച്ച് ഓൺ വെന്റിലേറ്റർ. അല്ലെങ്കിൽ കാല് പിടിച്ച ഒരു സ്തോത്രം പറയും. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടാന്ന് പറഞ്ഞാലേ പാട്ട് പാടാം. ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ അല്ലേ, സ്തോത്രാഴ്ച എടുക്കണമെങ്കിൽ നമുക്കൊരു പാട്ട് പാടണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കണം, കാരണം കൈ പൈസ ഒക്കെ എടുക്കണ്ടേ. നമുക്ക് ഹൃദയത്തെ നിശ്ചയിച്ച പോലെ കൊടുക്കാൻ നമുക്ക് ഇന്നും അറിയത്തില്ല. ഇവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആത്മാർത്ഥമായിട്ടല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് പോരാ എന്നൊക്കെ പറഞ്ഞാലേ ആൾക്കാർ ഹല്ലേലൂയ പറയത്തുള്ളൂ. അങ്ങനെ ഒരു ചർച്ച് സർദീസ് സഭ. അടുത്ത സഭ പിന്നെ പോയിക്കോട്ടെ ഹല്ലേലൂയ ഫിലദൽഫിയ സഭയാ. ജീവനുണ്ട് ഹല്ലേലൂയ, അല്പമൊക്കെ ഉണ്ടല്ലേ, യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരാ. ഒടുവിലത്തെ സഭയിലേക്ക് എത്തുമ്പോൾ ഹല്ലേലൂയ അങ്ങ് രാവിലെ തൊട്ട് സാക്ഷ്യമാ, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല. സ്വർഗം നോക്കി കൈ ഒത്തിച്ചിരിക്കുക. അല്ല അരിഷ്ട അല്ലെങ്കിൽ നഗ്ന കുരുട, നീ ഇന്ന് രാത്രി തിരിച്ചു വരണം. ദൈവസഭ തിരിച്ചറിയേണ്ട ആത്മീയ സത്യമാ. എ ട്രാൻസ്ഫോം ചർച്ച് നെവർ ബോസ്റ്റ് ഇൻ ദംസെൽഫ്. അല്ലെ, ആത്മീയ സഭ വിശുദ്ധീകരിക്കപ്പെട്ട സഭയ്ക്ക് പൊങ്ങച്ചം പറയാനൊന്നുമില്ല. ഇന്ന് രാത്രി സഭയ്ക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത് കൃപ കൃപ കൃപ, അവിടുത്തെ ശക്തി എന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് പറയാനുള്ള ഉയർച്ച യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ. ഒന്നാമത്തെ സഭയുടെ ഒന്നാമത്തെ ഗുണമായിരിക്കേണ്ടത് എ ചർച്ച് ഷുഡ് ബി ഹല്ലേലൂയ എ ചർച്ച് ഓഫ് പ്യൂരിറ്റി, എ ഹോളി ചർച്ച്. രണ്ടാമത്തെ പ്രത്യേകതയാണ് നമ്മൾ വായിച്ചതിന്റെ 13-ാം വാക്യം, മൈ ഹൗസ് ഷാൽ ബി കോൾഡ് ഹൗസ് ഓഫ് പ്രയർ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. ദൈവസഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ, ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകും, എത്രയോ ദിവസമായി അതിന്റെ എൻകറേജ്മെന്റ് ആണ്. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു. ഈ കോൺഫറൻസിലുള്ളവരെ ഞാൻ അഭിനന്ദിക്കുന്നതിന്റെ കാരണം എല്ലാ ആഴ്ചയും തുടർമാനമായി എത്രയോ നാളുകളായി പ്രാർത്ഥിച്ചു ദൈവദാസന്മാർ ഇതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ പാർട്ടിസിപ്പന്റ് ഓഫ് ദ കോൺഫറൻസ്, ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രയർ ദാറ്റ് ദ കോൺഫറൻസ് ഇസ് ബിക്കമിങ് സക്സസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവസഭ പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കേണ്ട കാലഘട്ടമായി. വി ഹാവ് ലോട്ട് ഓഫ് പ്രോഗ്രാം ഇൻ ദ ചർച്ച്. എല്ലാ സഭയ്ക്കും ഉണ്ട്, പ്രോഗ്രാമൊക്കെ ഉണ്ട്, ചിട്ടവട്ടയായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുന്ന IPC സമൂഹത്തിലെ ദൈവമക്കളോട് നിങ്ങളുടെ ഇടയിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ, കൂട്ടു സഹോദരൻ നിലയിൽ വിനയത്തോടെ പറയുന്നു, ചർച്ചിനകത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് ചോദ്യങ്ങൾ ഈ അപ്പോസ്തലന്മാരുടെ പക്കലുണ്ടായിരുന്നു. എപ്പോഴും പ്രയർ റിക്വസ്റ്റ് ചോദിച്ചാലും ഹാമാൻ പ്രാകാരത്തിൽ വന്ന് നിൽക്കുന്ന കണക്കാണ് പത്രോസും കൂട്ടരും. ഹല്ലേലൂയ. അവരുടെ ഒരു ചോദ്യം ഇതായിരുന്നു, ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്റെ പുറകെ ഇറങ്ങി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? പിന്നെ ഒരു ചോദ്യമായിരുന്നു, ഞങ്ങൾക്ക് എവിടെ ഇരിക്കാം? ഇടത്തിരിക്കാമോ വലത്തിരിക്കാമോ? എവിടെങ്കിലും ഇരുന്നേ ഒക്കത്തുള്ളൂ, ഞങ്ങൾക്ക് ഒന്നും ഇടത്തായിരിക്കണം, അല്ലെങ്കിൽ പക്ഷേ ഒരു കസേരയില്ലാതെ ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, എവിടെങ്കിലും ഞങ്ങളെ ഇരുത്തണം. മൂന്നാമത്തെ ചോദ്യം, രാജ്യം എപ്പോഴാണ് അങ്ങ് സ്ഥാപിക്കാൻ പോകുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വന്നത്. പക്ഷെ യേശു അവരോട് പറഞ്ഞു, ഇടത്തിരിക്കുന്നതും വലത്തിരിക്കുന്നതും എന്ത് കിട്ടുമെന്നുള്ളതല്ല നിങ്ങളുടെ ചിന്ത. ഇന്ന് ദൈവദാസൻ ആരംഭത്തിൽ ഓർപ്പിച്ച കണക്ക്, ഉയരത്തിന് ശക്തി ധരിക്കുവോളം ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് ഭൂതത്തെ ഇറക്കാൻ അറിയാവുന്നവരാണല്ലോ. നമ്മൾ ഓർക്കും, അയ്യോ, ഒരു ഭൂതത്തെ ശാസിക്കാൻ പറ്റിയാൽ, ഒരു രോഗശാന്തി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞെന്ന് പറയുന്ന ഒരു ആത്മീയ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയുന്നു, അതല്ല ദൈവത്തിന്റെ സ്വപ്നം.
ദൈവത്തിന്റെ സ്വപ്നം, ശുശ്രൂഷയുടെ വിശാലത നല്ലത് തന്നെ. ദൈവത്തിന്റെ സ്വപ്നം കേൾക്കണമോ? പത്രോസിനറിയാം എങ്ങനെ ഭൂതത്തെ ഇറക്കേണ്ടെന്ന്, പത്രോസിനറിയാം എങ്ങനെ രോഗികളെ സൗഖ്യമാക്കേണ്ടെന്ന്. ഈരണ്ടായി ഗ്രാമങ്ങളിൽ അയച്ചപ്പോൾ ഇവർ ഭൂതത്തെ കീഴ്പ്പെടുത്തിയവരാ, തിരിച്ചു വന്ന് സാക്ഷ്യം പറഞ്ഞവരാ. യേശു അതിന് സാക്ഷ്യം നിന്നതാ. പിന്നെ എന്തിനേറെ പറയുന്നു? എത്ര തൻ്റെ ഇടത്തോടെ യേശുവിനോട് പറഞ്ഞത്. നമ്മുടെ പരസ്യയോഗത്തിനകത്ത് കയറാതെ വേറെ പരസ്യയോഗം നടത്തുന്ന 2 പേർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവരുടെ മണ്ടയ്ക്ക് ഞങ്ങൾ ഇടുത്തി ഇറക്കട്ടെ ചോദിച്ചില്ലേ? യേശുവിനോടത് പറയണമെന്നുണ്ടെങ്കിൽ ഏലിയാവ് ഇറക്കിയ പോലെ ഞങ്ങൾ തീ ഇറക്കട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ അവർക്ക് നല്ല ഉറപ്പായിരുന്നു ഞങ്ങൾ പറഞ്ഞാൽ എന്തോ ഇറങ്ങുമെന്ന്, തീ ഇറങ്ങുമെന്ന്. അപ്പൊ യേശു എന്ന് പറഞ്ഞത്, അവർ നമ്മുടെ സഭയിൽ ചേർന്നില്ലെന്നും പറഞ്ഞിട്ട് അവരെ മുടക്കാനൊന്നും നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലും പാർട്ടിലും അലമ്പുണ്ട് നമ്മളവരെ മുടക്കാനൊന്നും പോകുന്നുണ്ട. അവരാണ് കർത്താവിന്റെ വചനമല്ലേ പറയുന്നത്. അവരോടാണ് യേശു പറയുന്നത്, ഉയരത്തിന്ന് ശക്തി പ്രാപിക്കാതെ പ്രസംഗിക്കാൻ പുറത്തിറങ്ങരുത്. ദൈവസഭ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെ പ്രായമുള്ളവരെ പഠിപ്പിക്കണം. ആരാധനയ്ക്ക് ഇവിടെ കയറുന്നതിന് മുമ്പ് ആത്മനിറവ് പ്രാപിച്ചിരിക്കണമെന്ന്. അന്യഭാഷ പറയാത്ത, ആത്മാവിൽ നിറയാത്ത ഒരാളെ കൊണ്ട് മലളിയ ആത്മീയ കാര്യങ്ങൾ ചെയ്യിക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വെദർ യു അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, ഐ ഡോണ്ട് കെയർ. ഇന്ന് രാത്രി എത്ര പേര് പറയുന്നുണ്ട്? ദാവീദിന്റെ ഒക്കെ കാലത്ത് വർഷിപ്പ് ടീമിനെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂട്ടത്തിലുണ്ടേ അവസാനത്തെ പ്രസംഗത്തെ പ്രൈസ് ദി ലോർഡ്. ഒരു വർഷിപ്പ് ടീമിനെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. ഞാൻ ഈ കമ്പ്യൂട്ടറിലും പിന്നെ ഇതിനൊക്കെ വളരെ പൂറാണ്. എനിക്കൊന്ന് ആകെ ടെക്സ്റ്റ് ചെയ്യാനും അറിയാം, ഇമെയിൽ അയക്കാനും അറിയാം. എൻ്റെ മീഡിയ ടീം 6 പേരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അവർ ഹെൽപ്പ് ചെയ്യാൻ വന്നു പറയാം, എന്നെയല്ല കോൺഫറൻസിന്. അതിൽ അവരെ കിട്ടിയത് കാര്യമായി. അവരുടെ കൊടുക്കാത്തൊരു വാക്യ 1 ദിനവൃത്താന്തം 25-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ, ഒന്ന് നോക്കിയാട്ടെ നിങ്ങൾ സ്ക്രീനിലോട്ട്. സ്ക്രീനെ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അവിടെ ദാവീദ് തന്റെ സേനാധിപന്മാരും കൂടെ ചേർന്ന് ഒരു വർഷിപ്പ് ടീമിനെ സെലക്ട് ചെയ്യുകയാണ്. ദാവീദും തന്റെ സേനാധിപന്മാരും കൂടെ ചേർന്നിട്ട് എടുത്ത വർഷിപ്പ് ടീമിനകത്ത് ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഹേമാന്റെ മക്കളുണ്ട്, ആസാഫിന്റെ മക്കളുണ്ട്, യദൂദാന്റെ മക്കളുണ്ട്. പഴയ പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ തമ്പേറടിച്ച് ടാമർ കൊട്ടി പാടിയ കാലത്തെ പാട്ടുകാർ. അവരെ എടുത്തു കഴിഞ്ഞപ്പോൾ കിന്നര കൊണ്ടും വീണ കൊണ്ടും പ്രവചിക്കുന്നവരെ സംഗീതത്തിന് നിയമിച്ചു. പ്രൈസ് ദി ലോർഡ്. ആട്ടിൽ നിന്ന് വരുന്ന തല പിടിച്ച് അരി പോലെ ആട്ടുന്ന പ്രവാചകനെ നോക്കിയിരിക്കാതെ ഇവിടെ നിന്ന് വരണമെന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊരു പ്രവാചകൻ. ഹല്ലേലൂയ. എത്ര നാളായി സഭ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, എത്ര നാളായി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്. ഞങ്ങളുടെ വർഷിപ്പ് ടീം ആത്മാവിൽ പ്രവചിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങളുടെ ഡ്രം അടിക്കുന്ന ആൾ, ഗിറ്റാർ വായിക്കുന്ന ആൾ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഓവർ ഹിയർ, ഐ എം ടോക്കിംഗ് അബൌട്ട് ആസ് എ കോമൺ ഫാമിലി, IPC ഫാമിലി. ഇന്ന് രാത്രി ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാർ വരട്ടെ. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പ്രവാചകൻ പുറത്തു വരട്ടെ. കിന്നരം കയ്യിലെടുക്കുമ്പോൾ പ്രവചിക്കുന്ന, ഗിറ്റാറിന്റെ ഒരു ട്യൂൺ പിടിക്കുമ്പോൾ പ്രവചിക്കുന്ന, വചനം കയ്യിലെടുക്കുമ്പോൾ ദൂത് പറയുന്ന, ആത്മാവിൽ നിറയുന്ന, അന്യഭാഷയിൽ സംസാരിക്കുന്ന, പിശാചിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ കരുത്തുള്ള അഭിഷിക്തന്മാർ ഞങ്ങളുടെ സഭയിൽ എഴുന്നേൽക്കട്ടെന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഇന്ന് രാത്രി ഉയരത്തിലെ ശക്തി, from the top of the head to the tip of the toe, let everyone be saturated with a fresh anointing. ഇന്ന് രാത്രി എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും? നമ്മളോട് ഒരുമിച്ചല്ലായിരിക്കാം കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്, അവർക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, 120 പേർ ഒരു സംഘം ഒരു മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് മുറിയാണോ, ആരുടെ വീടാണെന്നൊന്നും നമ്മളോട് ഡിബേറ്റിന് പോകുന്നില്ല. പക്ഷെ എൻ്റെ ചിന്തയനുസരിച്ച് 120 പേരാണ്. കുഞ്ഞുങ്ങൾ അതിനകത്ത് ഇല്ലായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ എന്താ നമ്മളോട് വായിക്കുന്നത്? പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റ് പോലെ, അഗ്നിനാളം പോലെ ഇറങ്ങി വന്നു, എല്ലാവരുടെ മേലും വന്നു, എല്ലാവരും അന്യഭാഷയെ സംസാരിച്ചു. അടുത്ത പദം, വീട് മുഴുവൻ നിറച്ചു. വീട് മുഴുവൻ നിറച്ചു. 1-ാം നിലയും 2-ാം നിലയും 3-ാം നിലയും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നവനും കിടക്കെ കിടന്നുറന്നവനും ദൈവമഹത്വം കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടുന്ന് പ്രാർത്ഥിച്ചോ. ഈ മുറിക്കകത്ത് നടക്കുന്ന ആത്മസാന്നിധ്യം തൊട്ടപ്പുറത്തേക്ക് വ്യാപരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അതരത്തിൽ കൂടെ, നിങ്ങളുടെ കൈകളിൽ കൂടെ, നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ വ്യാപരിക്കുന്നുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അല്പസമയം അങ്ങനെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? വീട് മുഴുവൻ നിറയ്ക്കണം. അത് വീട് മുഴുവൻ നിറയ്ക്കണം. ഈ കോൺഫറൻസ് സെന്റർ മുഴുവൻ നിറയ്ക്കട്ടെ. നിങ്ങളുടെ ഭവനം മുഴുവൻ നിറയ്ക്കട്ടെ. എല്ലാ മുറിയും നിറയട്ടെ. സഭാ ഹാളുകൾ നിറയട്ടെ ആത്മസാന്നിധ്യം കൊണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. വീട് മുഴുവൻ, സഭകൾ മുഴുവൻ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇരുന്ന വീട് മുഴുവൻ നിറയട്ടെ. ഇരുന്ന സ്ഥലം മുഴുവൻ നിറയട്ടെ. ഒരു കോർണറിൽ മാത്രമല്ല,
മലയാളം സർവീസിൽ മാത്രമല്ല, ഇംഗ്ലീഷ് സർവീസിൽ മാത്രമല്ല, the entire house of the Lord. ദൈവസഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവമക്കളെ, സമാഗമന കൂടാരം ദൈവം ആവശ്യപ്പെട്ട് പണിയാൻ കാശുണ്ടെങ്കിൽ ഫെലിസ്ത്യനും ഇത് പണിയാമായിരുന്നു. അവരെല്ലാം കാശുണ്ടല്ലോ. പക്ഷെ സഭ സമാഗമന കൂടാരത്തെ വ്യത്യസ്തമാക്കിയത് യഹോവയുടെ തേജസ് ഇറങ്ങിയതുകൊണ്ടാ. ശലോമോൻ പണിത പണി ഹീരാമിനും പണിയാൻ. കാരണം അവിടുന്ന് ആ തടി കൊണ്ടുവന്ന് ഈ വീട് പണിതത്, അല്ലെങ്കിൽ ഈ ആലയം പണിതത്. ഹീരാം വിചാരിച്ചാലും ഇതിനേക്കാൾ വലിയൊരു പള്ളി പണിയാം. പക്ഷെ അതിനെ വ്യത്യസ്തമാക്കിയത് മുഴങ്കാൽ മടക്കിയപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. പെന്തിക്കോസ്ത് നാളിൽ ഈ മുറിക്കകത്ത് ഇറങ്ങിയത് ദൈവസാന്നിധ്യമാ. തൊട്ടപ്പുറത്ത് 10,000 കൂടുന്ന ആഘോഷം നടക്കുന്നതിന്റെ നടുവില 3000 പേര് ഇങ്ങോട്ട് ഓടിയത് ഇവിടെ മഹത്വം കണ്ടതുകൊണ്ടാണെങ്കിൽ, ഇന്ന് രാത്രി പെന്തിക്കോസ്തുകാര് ഞാനും നിങ്ങളും ഇത്രയും വന്നത് ദൈവമഹത്വം കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞൊന്നും ആർക്കും ഇന്ന് രാത്രി പുകഴാനില്ലെന്നേ. ഹല്ലേലൂയ. അമ്പരചുംബരികളായ പള്ളി വിട്ട്, അതിന്റെ ഉത്സവം വിട്ട്, കെട്ടുകാഴ്ച വിട്ട്, ആഘോഷം വിട്ട്, കർമ്മം വിട്ട്, ആചാരം വിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു വാടക കെട്ടിടത്തിൽ കൈയെടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ദൈവമഹത്വം ഉണ്ടായിരുന്നു. അവിടെ ദൈവമഹത്വം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കൊതിക്കുന്നു, ഞങ്ങളുടെ ആലയങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, let the glory of the Lord, ദൈവമഹത്വം മഞ്ഞു പെയ്യുന്ന പോലെ, മഴ പെയ്യുന്ന പോലെ ഇന്ന് രാത്രി പെയ്തിറങ്ങട്ടെ. എത്ര പേര് അതിനായി കൊതിക്കുന്നു? മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ലോക്കൽ സഭകളില് അടുത്ത ഞായറാഴ്ച കർത്താവിന് ഒരു താമസമാണെങ്കിൽ, ദൈവദാസ വചനം പ്രസംഗിക്കുമ്പോൾ, ദൈവദാസി പാട്ട് പാടുമ്പോൾ, സഹോദര നീ ആരാധിക്കുമ്പോൾ അവിടെ ദൈവമഹത്വം ഇറങ്ങി ആൾക്കാർക്ക് സ്ഥലം മറന്നു പോകുന്ന, പരിസരം മറക്കുന്ന ഒരു ആത്മ അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പുകഴാൻ ഒന്നുമില്ലാത്തൊരു സമൂഹമാ. അവരുടെ നേതാവ് ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. കൂടെ നടന്നവൻ കെട്ടിഞ്ഞാന്ന് ചത്തു. സാക്ഷി ഒന്നും വലുത് പറയാനില്ല. പക്ഷെ 3000 10,000 ഓടിക്കൂടിയത് ദൈവമഹത്വം ഇറങ്ങിയത് കൊണ്ടാ. ലെറ്റ് ദ ഹൗസ് ഓഫ് ദ ലോർഡ് ബി കോൾഡ് ഹൗസ് ഓഫ് പ്രയർ. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടട്ടെ. ആത്മാഭിഷേകം വന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും പത്രോസ് ചോദിച്ചില്ല എന്ത് കിട്ടുമെന്ന്. ഒരു പ്രാവശ്യം പോലും ചോദിച്ചില്ല എവിടെ ഇരിക്കാമെന്ന്. ഒരു പ്രാവശ്യം പോലും ആഗ്രഹിച്ചില്ല രാജ്യം എപ്പോഴാ സ്ഥാപിക്കുമെന്ന്. വല്ലവിധേനയും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. 3, മൈ ഹൗസ് ഷാൽ ബി കോൾഡ് ഹൗസ് ഓഫ് പവർ. എന്റെ 14-ാം വാക്യം യേശു ആലയത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ കുരുടരും മുടന്തരും യേശുവിന്റെ ശക്തി അനുഭവിച്ച് സൗഖ്യം പ്രാപിച്ചു. എന്താണ് ദൈവത്തിന്റെ സ്വപ്ന സഭ? അവിടെ അത്ഭുതം നടക്കണം. കുരുടരും മുടന്തരും. ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ ടോപ്പിക് ഫോർ an hour. പക്ഷെ ഇവിടെ സമയം നിർത്താൻ പോകുക, സമയം തീരാറായി. ഹല്ലേലൂയ. ഒരു ദൈവസഭയുടെ ആത്മീയ അധപ്പതനത്തിന്റെ 2 സൂചന അവിടെ കാണുക. ആത്മീയ അന്ധതയും, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ആൻഡ് സ്പിരിച്വൽ ലെയിംനെസ്. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ആത്മീയ ലോകത്തിൽ മുടന്തരായി പോയ, മറ്റുള്ളവരാലും സ്വയമായും മുടന്തരായി പോയ ഒത്തിരി പേർ ആലയത്തിലുണ്ട്. ആരോ ദൈവദാസൻ ഇപ്പൊ ഓർപ്പിച്ചതേ ഉള്ളു. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ കാഴ്ചപ്പാടുകൾ മടങ്ങിക്കിട്ടണം. ഹല്ലേലൂയ. Every spiritual blurriness and spiritual blindness should give a way for the brightness by the Holy Spirit. ഇന്ന് രാത്രി അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക നമ്മൾ ഒരുമിച്ച്. I don't care, I will be able to finish the last one. ഹല്ലേലൂയ. 2 സ്പിരിച്വൽ ലെയിംനെസ്. ആവേശത്തോടെ പടക്കുതിരയെ പോലെ പാടി ചാടി നടന്ന എത്ര പേരായി ഇപ്പോൾ ഒച്ചിനെ പോലെ എഴയുന്നത്. അവരത് പറഞ്ഞു, ഇവരത് പറഞ്ഞു, സഭയിൽ അങ്ങനെ നടന്നു, സംഘടനയിൽ ഇങ്ങനെ നടന്നു. ഇതൊന്നും കണ്ട് ദൈവമക്കളെ ഇരുന്നു പോകരുത്. ഇന്ന് രാത്രി മുടന്തുള്ളത് ഒളുക്കി പോകാതെ നോക്കിക്കോണം. പ്രിയബാന ഹത്തുരാധകന സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരവാതിക്കൽ പലവട്ടം ഇവിടെ കേട്ടല്ലോ. ഇരുന്ന് ഒരുത്തനെ ആലയത്തിൽ തുള്ളിച്ചാടിക്കുന്നതിനാക്കി മാറ്റിയത് വല പിടിച്ച്, മത്സ്യം പിടിച്ച്, തഴമ്പിച്ച, കയ്യിലേക്ക് വ്യാപരിച്ച ആത്മനിറവാണെങ്കിൽ ഇന്ന് രാത്രി ഈ കോൺഫറൻസിൽ ഇരിക്കുന്ന ഭക്തന്മാരുടെ കൈമേൽ, കാൽമേൽ, കണ്ണുകളുമേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ചിലതൊക്കെ തുള്ളിച്ചാടി നൃത്തം ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ആർ യു റെഡി ഫോർ ദാറ്റ്? ഞാൻ തൊട്ടാൽ ഒരാൾ കൂടി ഇന്ന് രാത്രി ആത്മാവിൽ തുള്ളിച്ചാടും. ഹല്ലേലൂയ. ഞാൻ തൊട്ടാൽ ഒരാൾക്കൂടി ഇന്ന് രാത്രി ഒരു ഉത്സാഹമുണ്ടാകും. That much anointing I am carrying. ഞാൻ കൊണ്ടു നടക്കുന്ന അഭിഷേകം അത്ര വലുതാണെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാർക്കായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏലിശയുടെ കാലത്ത് മാത്രമല്ലെന്നേ, ഏലിയാവിന്റെ കാലത്ത് മാത്രമല്ല,
ഒരു ബാലൻ നിർജീവനായി കിടക്കുമ്പോൾ ആ മാളിക മുറിക്കകത്ത് തൻ്റെ കണ്ണ് ബാലന്റെ കണ്ണിന്റെ മേൽ, തൻ്റെ കൈ ബാലന്റെ കൈയുടെ മേൽ, തൻ്റെ വായ് ബാലന്റെ വായുടെ മേൽ വെക്കുമ്പോൾ ആ ശരീരത്തിന് ചൂട് പിടിച്ചെങ്കിൽ ഇന്ന് രാത്രി നിർജീവത്തെ ജീവിപ്പിക്കുന്ന ഒരു അഭിഷേകം എൻ്റെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാർക്കായി സ്തോത്രം. ദർശനം നഷ്ടപ്പെട്ട ചില കണ്ണുകൾ ഇന്ന് രാത്രി പുതുദർശനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അതരം അടഞ്ഞുപോയ ചിലരുടെ അതരങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ പാടുന്ന ദിവസമാകട്ടെ. ജീവന്റെ സ്പന്ദനം നിന്നുപോയ, ദൈവിക ഉത്സാഹം നഷ്ടപ്പെട്ട ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി തുടിക്കുന്ന രാത്രിയായി മാറട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിച്ച കൈകൾ തളർന്നു പോയെങ്കിൽ ഇന്ന് രാത്രി അത് വീണ്ടും ചലിക്കട്ടെ. ഓടി നടന്ന കാലുകൾ ഇരുന്നു പോയെങ്കിൽ ഇന്ന് രാത്രി അത് വീണ്ടും ചലിക്കട്ടെ. ആത്മീയ മുടന്തുകൾ, ആത്മീയ അന്ധതകൾ ഇന്ന് രാത്രി എന്റെ ആലയം ശക്തിയുടെ ആലയം, എന്റെ ആലയം ശക്തിയുടെ ആലയം. ഓ രബ ശമനരഗനരഗന. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുന്നു. Verse 15 and 16. My house shall be called house of praise and worship. ഹല്ലേലൂയ. ആലയത്തിനകത്ത് ബാലന്മാർ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ആരാധിക്കുന്ന കണ്ടെന്ന്. This is a dream church of Jesus Christ. My house shall be called house of purity. My house shall be called house of prayer. My house shall be called house of power. And finally, as we are going to sing together, my house shall be called house of praise and worship.